ബേക്കോട്ട് പോയാൽ ശരിക്കും അയാൾ വെള്ളത്തിൽ പോകുന്ന ആളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിലായിരിക്കണം പിടിക്കേണ്ടത്. നേരെ നമ്മൾ എറിഞ്ഞു കൊടുത്താൽ അയാൾ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗം ചവിട്ടി പിടിക്കണം. ഓക്കെ, ചവിട്ടി പിടിച്ചിട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ശരിക്കും എയിം ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ എറിയുന്നതോടുകൂടി ഈ കയറും കൂടി എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ അങ്ങോട്ട് എന്നിട്ട് വെള്ളത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് പിന്നെ പിടിച്ച് വലിക്കുന്നവർ ഇങ്ങനെ വലിക്കാൻ പാടില്ല. കരക്ക് നിന്നിട്ട് നമ്മൾ എൻഡിലേക്ക് ഉണ്ടാവുക അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നീന്തൽ അറിയാത്ത ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി പിടിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുക വളരെ ശക്തിയിലേക്കും പിടിക്കുക. നമ്മളും കൂടി എന്ത് ചെയ്യും? അങ്ങോട്ട് വിടും. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അയാൾ പിടിക്കൽ ചെയ്യുന്നുണ്ട്. ഈ കൂട്ടി പിടിച്ചാൽ രണ്ട് കൈയോടും അങ്ങനെ ആ കെട്ടയിൽ അങ്ങനെ ആയിരിക്കും പിടിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അയാൾ അങ്ങനെ നമുക്ക് പറഞ്ഞ രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നത് രണ്ട് കൈ കൊണ്ട് പിടിക്കും. പിന്നെ നമ്മൾ തല ഉയർത്തി വരാൻ കഴിയും. ഒരു കൈ വിട്ടുപോയാൽ ചെരിഞ്ഞു പോകും, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. അപ്പോൾ ഈ രീതിയിലേക്കണം പിടിക്കേണ്ടത്. രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലെ. ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കമന്ന് കിടക്കുക. ഈ രീതി ടീംസിനെ എയിം നോക്കിയിട്ട് കമന്ന് എടുത്തിട്ട് മെല്ലെ മെല്ലെ തിരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഒന്നിലധികം ആളുണ്ടെങ്കിൽ വിഷയമല്ല. നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേക്കിൽ ഒരാൾ കയറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ കഴിക്കുക. പിന്നെ ഈ വെള്ളത്തിൽ പോകുന്ന ആളെ, വെള്ളത്തിൽ നമ്മൾ ഒരാൾ അകപ്പെട്ടു, എനിക്ക് നല്ല നീന്തൽ അറിയുന്ന ആളാണ്, മുങ്ങാൻ അറിയുന്ന ആളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? സാറേ ഞാൻ ചാടണോ? എത്തി ചാടണോ? പിടിക്കുക, അത് വേറെ വിഷയം. എനിക്ക് പിടിക്കുന്നതൊക്കെ അറിയാം, ബേക്കിന്ന് പിടിക്കുക ഒക്കെ ചെയ്യുക, അതൊക്കെ അറിയാം. ഞാൻ ശരിക്കും നീന്തൽ അറിയുന്ന ആളാണ്. എനിക്ക് അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാന്നുള്ള നല്ല കോൺഫിഡൻസും ഉണ്ട്. എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആരുമില്ല എൻ്റെ കൂടെ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അലറി പിടിക്കുക എന്നുള്ളത്. ഒരാൾ വെളുത്ത് പോകുന്നു, ആരെങ്കിലും ഓടി വരൂ, ഒരാൾ ഹെൽപ്പിന് വേണം. ഇനി അതിന് ശേഷം ആരും വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ ശരിക്കും അറിയുന്ന ആളാണ്, നീന്തൽ അറിയുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത്. കാരണം എന്താ? ഒരാളെ വെള്ളത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അത്രയ്ക്കുണ്ട്. എത്ര നീന്തൽ അറിയുന്ന ആളാണെങ്കിലും കുറച്ച് ദൂരം കൊണ്ടുവരുമ്പോഴത്തേക്കും മടുക്കും. അതിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അഥവാ നിങ്ങൾക്ക് ശരിക്കും നീന്തൽ ആരുമില്ല, കാരണം മുങ്ങിപ്പോവും. ഇങ്ങനെ നമുക്ക് അടുത്ത ആളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാടി പോകുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ കഴിയുന്നത്. ഒരു നിലക്കും എടുത്ത് ചാടരുത്. എത്ര നീന്തലറിയുന്ന ആളാണെങ്കിലും എടുത്ത് ചാടരുത്. നീളമുള്ള എന്തെങ്കിലും വസ്തു ഒരു കമ്പാ കിട്ടുന്നെങ്കിൽ കമ്പിട്ട് കൊടുക്കും. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ സാരി ഉണ്ടാകും, ചിലപ്പം സാരി അയച്ചിട്ട് കൊടുക്കും. പുരുഷന്മാർ ഡബിൾ മുണ്ട് ഉണ്ടാകും, ചിലപ്പം ഡബിൾ മുണ്ട് ഇട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? അവിടെ എന്തില്ല, ഇനിയിപ്പോൾ അടിയൻ ഷട്ടിയൊന്നും ഇട്ടില്ല നോട്ടിക്ക് പറയും. അതാണ് നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ നാണവും മാനവും ഇല്ല. രക്ഷാപ്രവർത്തന മേഖലയിൽ നാണവും മാനവും ഇല്ല. CPR ചെയ്യുന്നിടത്ത് ആ ഒരു വിഷയമുണ്ട്, അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ രക്ഷാപ്രവർത്തന മേഖലയിൽ ആണ് പെണ്ണ് നാണം മാനം ഒന്നും നമ്മൾ നോക്കരുത്. അവിടെ ജീവനാണ്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അലറി വിളിക്കുക. ഒരാൾ ഒഴുകി പോകുന്ന ഓടി വരുന്നിട്ട് കുറച്ച് ആളുകളുണ്ടെങ്കിൽ നമ്മളും പോയെങ്കിൽ നമ്മൾ എടുക്കണമെങ്കിൽ രണ്ടാളെങ്കിലും പോയി അന്നം കിട്ടണമെങ്കിൽ ഒരാളറിയണ്ടേ? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ രക്ഷാപ്രവർത്തന മേഖലയിൽ നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് കയറുന്നത്. നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ അപ്പോൾ നമ്മൾ രക്ഷപ്പെടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ നമ്മൾ നോക്കേണ്ടതില്ല. കാരണം എന്താ? ഒരു ജീവനേക്കാൾ വലുതാണ്. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എറിഞ്ഞു കൊടുക്കുക. ഈ എറിഞ്ഞു കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒന്ന് റൗണ്ട് അപ്പ് ആക്കിയിട്ടുള്ള നേരെ പിടിച്ചിട്ട് നേരെ ഈ ഇത് ചവിട്ടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ഭാഗങ്ങളിൽ നിന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പോകും. ഒരുമിച്ച് എന്ത് ചെയ്യുക? ആ വിക്ടിംസിനെ എയിം